ഷഹസാദി ഖാൻ ഇനിയില്ല. അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിൽ നിന്നുള്ള 33-കാരിയായ ഷഹസാദി ഖാനെ കഴിഞ്ഞ മാസം തൂക്കിലേറ്റിയതായി സർക്കാർ തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. നെഞ്ചുലഞ്ഞാണ് ഷഹസാദിയുടെ കുടുംബം ഈ വാർത്ത സ്വീകരിച്ചത്. ഫെബ്രുവരി 15-ന് ഷഹസാദിയുടെ വധശിക്ഷ നടപ്പാക്കിയെന്നും മാർച്ച് 5-ന് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമെന്നുമാണ് UAE സർക്കാർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചത്. ആരായിരുന്നു ഷഹസാദി? എന്ത് കുറ്റത്തിനാണ് ഷഹസാദിയെ അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത്? നിരവധി സ്വപ്നങ്ങളുമായി വിദേശ രാജ്യത്തേക്ക് വിമാനമേറുന്ന ഓരോ പ്രവാസിയുടെയും പ്രതീകമാണ് ഷഹസാദി ഖാൻ. 2021-ലാണ് ഷഹസാദി അബുദാബിയിലെത്തുന്നത്. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ ഗോയ്റ മുഗ്ലി സ്വദേശിയായ അവർ COVID-19 ലോക്ക്ഡൌൺ സമയത്താണ് റോട്ടി ബാങ്ക് ഓഫ് ബന്ദ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഈ സമയത്താണ് ആഗ്രയിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ഉസൈറിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത്. ഇയാളാണ് ഗൾഫ് എന്ന മോഹസ്വപ്നം ഷഹസാദിക്ക് നൽകുന്നതും. കുട്ടിക്കാലത്ത് തിളച്ച വെള്ളം അബദ്ധത്തിൽ വീണ് ഷഹസാദിയുടെ മുഖത്തിന് ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു. UAEയിൽ അവൾക്ക് മികച്ച വൈദ്യചികിത്സയും സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഒരു ജോലിയും ലഭ്യമാക്കാൻ കഴിയുമെന്ന് ഉസൈർ അവരോട് പറഞ്ഞു. ഉസൈർ തന്റെ ബന്ധുവായ ഫായിസ് നാദിയ ദമ്പതികൾ വഴി ടൂറിസ്റ്റ് വിസ ശരിയാക്കാമെന്നും അബുദാബിയിൽ എത്തിയ ശേഷം അവർക്ക് വേണ്ടി ജോലി ചെയ്യാമെന്നും ഉസൈർ ഷഹസാദിയോട് പറഞ്ഞു. ആദ്യം മടിച്ചു നിന്ന ഷഹസാദിയോട് 90 ദിവസത്തെ വിസ കാലാവധിക്ക് ശേഷം മടങ്ങാമെന്ന് ഉസൈർ ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പിൽ 2021 നവംബറിൽ ഷഹസാദി അബുദാബിയിലേക്ക് വിമാനമേറി. എന്നാൽ പിന്നീടാണ് തന്റെ മകൾക്ക് 6 മാസത്തേക്കാണ് ഉസൈർ വിസ നൽകിയതെന്നും ഒരു വലിയ തുകയ്ക്ക് ബോണ്ടഡ് ലേബറായി ഫായിസ് നാദിയ എന്നീ ദമ്പതികൾക്ക് അവളെ വിറ്റതാണെന്നും ഷഹസാദിയുടെ പിതാവ് ഷബ്ബീർ മനസ്സിലാക്കിയത്. നരകതുല്യമായിരുന്നു ഷഹസാദിയുടെ അബുദാബിയിലെ ജീവിതം. ഫായിസ് നാദിയ ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കുകയായിരുന്നു അവളുടെ പ്രധാന ജോലി, ഒപ്പം വീട്ടുജോലികളും. ഷഹസാദിയുടെ പരിചരണത്തിലായിരിക്കെ ഈ കുഞ്ഞ് മരണപ്പെട്ടതാണ് അവൾക്ക് തിരിച്ചടിയായത്. ദമ്പതികൾ മുൻപിൽ നോക്കാതെ അവരുടെ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ആരോപിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷഹസാദി അറസ്റ്റിലാവുകയും ഒടുവിൽ അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഷഹസാദി അന്നേരത്തെ ദേഷ്യത്തിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നാണ് കോടതി രേഖകൾ. വിചാരണയ്ക്കിടെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിലും ശമ്പളം ലഭിക്കാത്തതിലും അവർ അസ്വസ്ഥതയിലായിരുന്നുവെന്നും ആ ദേഷ്യം കുഞ്ഞിനോട് പ്രകടിപ്പിച്ചതാണെന്നും രേഖകളിലുണ്ട്. എന്നാൽ കുട്ടിയുടെ മരണം മെഡിക്കൽ അശ്രദ്ധ മൂലമാണെന്ന് ഷഹസാദി പറഞ്ഞതായി കുടുംബം അവകാശപ്പെടുന്നു.